എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് മഴ തോരും മുൻപ് എന്ന സീരിയലിന്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അലീന ബാലചന്ദ്രനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. കൃഷ്ണമോളോട് അലീന പറയുന്നുണ്ട്, മോളെ ഞാൻ വരുന്നവരെ നീ ആര് വന്നാലും വാതിലൊന്നും തുറക്കണ്ട, നീ എന്തുണ്ടെങ്കിലും എനിക്ക് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അലീന വീട്ടിൽ നിന്നും പോകുന്നത്. കൃഷ്ണമോള് അലീന പോകുന്നതിനോടൊപ്പം തന്നെ വേഗം കഥകളെല്ലാം അടച്ച് മുറിയിൽ പോയി ഇരുന്ന് പഠിക്കുന്നുണ്ട്. ബബിത അലീന പോകുന്നത് കാണുന്നതും പെട്ടെന്ന് തന്നെ അമലിനെ വിളിക്കുന്നുണ്ട്. അമലിനോട് പറയുന്നുണ്ട്, എന്താടാ നീ ഇപ്പം എന്താ എനിക്ക് വിളിക്കൊന്നും ചെയ്യാത്തത് എന്ന് ചോദിക്കുമ്പോൾ അമല് പറയുന്നുണ്ട്, ഒന്നുമില്ല, നീ ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിലല്ലേ, നിന്റെ വീടാകെ ഇപ്പോൾ തകിടം മറിഞ്ഞു കിടക്കല്ലേ, അതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാ വിളിക്കുന്നേ എന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ എൻ്റെ കൂടെ നിൽക്കല്ലേ വേണ്ടത്, ഇതിപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ നീ എന്നെ ഇട്ടിട്ട് പോവുകയാണല്ലോ എന്ന് പറയുമ്പോൾ അമല് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഇട്ടിട്ട് പോകുന്നൊന്നുമില്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി എത്ര ആഗ്രഹിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയോ, നീ എന്താ എന്നെ ഒന്ന് കാണാൻ പോലും വരാത്തത് എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, നിനക്കറിയാവുന്നതല്ലേ എൻ്റെ അവസ്ഥ, ഞാൻ എങ്ങനെ പുറത്ത് വരാനാണ്, എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ പുറത്ത് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലല്ലേ ഉള്ളത് എന്ന് പറയുമ്പോൾ അമല് പറയുന്നുണ്ട്, പിന്നെ ഇപ്പം എന്താ ചെയ്യുക, ഞാനെന്നാ അങ്ങോട്ടേക്ക് വരാം, അവിടെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ കൃഷ്ണമോളും ഞാനും മാത്രമേ ഉള്ളൂ, അപ്പോൾ അലീന എങ്ങോട്ടാ പോയത് എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അലീന അച്ഛനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുകയാണ്, അവൾ ഏത് നിമിഷം വേണമെങ്കിലും കയറി വരും എന്ന് പറയുമ്പോൾ അമല് പറയുന്നുണ്ട്, ഞാനെന്നാ അങ്ങോട്ടേക്ക് വരാം. അതൊന്നും വേണ്ട, അലീന എങ്ങാനും അറിഞ്ഞാൽ പിന്നെ അച്ഛനോടെല്ലാം പറഞ്ഞു കൊടുക്കും, പിന്നെ അതാകെ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ അമല് പറയുന്നുണ്ട്, അവൾ വരുന്നതിൻ്റെ മുന്നേ ഞാൻ തിരിച്ചു വന്നാൽ പോരെ എന്ന് പറയാണ്. അതൊന്നും വേണ്ട, കൃഷ്ണമോള് കണ്ടാലും പ്രശ്നം തന്നെയാ, അവൾ ആ അലീനോട് എല്ലാം പറഞ്ഞു കൊടുക്കും, പിന്നെപ്പോൾ അതാകെ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ അമല് പറയുന്നുണ്ട്, എന്താപ്പോൾ നിനക്ക് എന്നെ കാണണമെന്നൊന്നുമില്ലേ, എനിക്ക് കാണണമെന്നില്ലാത്തതുകൊണ്ടല്ല, അതൊരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ബബിത. നീ പേടിക്കാതിരിക്കുക, ഞാൻ അങ്ങോട്ട് വരാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ അവരുടെ ഒന്നും കണ്ണിൽ പെടാതിരുന്നാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അമൽ നേരെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ബബിതയാണെങ്കിൽ ഡോറിൻ്റെ അടുത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ട് അമൽ വരുന്നതിന് വേണ്ടിയിട്ട്. അമൽ വന്നാൽ എത്രയും പെട്ടെന്ന് മുറിയിലോട്ട് കൊണ്ടുപോകണം, കൃഷ്ണമ്മളുടെ കണ്ണിൽ പെടാതെ വേണം കൊണ്ടുപോകാൻ എന്നെല്ലാം ചിന്തിച്ച് നിൽക്കുന്നുണ്ട് ബബിത. ശേഷം അമല് വന്ന് ബെല്ലടിക്കുന്നതിന് മുന്നേ തന്നെ ബബിത വേഗം ഡോറ് തുറന്നു കൊടുത്ത് അമലിനെ അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വേഗമായോ, കൃഷ്ണമോള് കാണരുത്, അവൾ കണ്ട ആകെ പ്രശ്നമാവും എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കയറാൻ നിൽക്കുന്ന സമയത്ത് തന്നെ കൃഷ്ണമോള് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അമലിനെ കാണുന്നതും കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, ഇയാളെന്താ ഇവിടെ, ഇതാരാ എന്നെല്ലാം ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഇത് എൻ്റെ കൂട്ടുകാരനാ, ഇവൻ ഇതിനു മുന്നേയും ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ബബിത പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് പഠിക്കാനുണ്ട്, അവന് കുറച്ച് ഡൗട്ടെല്ലാം ഉണ്ട്, അത് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ വന്നതാണ് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് ഒന്നും മിണ്ടുന്നില്ല. ബബിത നേരെ അമലിനെ മുറിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം അലീനയ്ക്ക് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കൃഷ്ണമോള്. അലീന ചോദിക്കുന്നുണ്ട്, അതാരാ ബബിതയുടെ കൂടെ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അറിയില്ല, അമൽ എന്നാ പേര് പറഞ്ഞത്, ചേച്ചിയുടെ ചേച്ചിയുടെ കൂട്ടുകാരനാണെന്നാണ് പറഞ്ഞത്, ഒരു ചുരുണ്ട മുടിയായിട്ടുള്ള ഒരു ചേട്ടനാണ് എന്ന് പറയുമ്പോൾ അലീന ആ അന്തം വിട്ട് പോകുന്നുണ്ട്. അത് അമലാണല്ലോ, അവൾക്ക് ഞാൻ ഇതിനു മുന്നേ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, അമലിനെ ഇനി ഒരിക്കലും വീട്ടിലോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞ്, എന്നാൽ അവൾ ആ വാക്കെല്ലാം തെറ്റിച്ചു, എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴേക്ക് അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അവള് എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് അലീന. കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, അവരിപ്പോൾ എവിടെയാണുള്ളത്, മുറിയിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ചേച്ചി ആ ചേട്ടൻ്റെ മുറിയിലോട്ടാണ് കൊണ്ടുപോയത്, അവർക്ക് എന്തോ പഠിക്കാനുണ്ടെന്നൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ മുറിയിലൊന്ന് പോയിരുന്ന് പഠിക്കാനൊന്നും അവളെ അനുവദിക്കരുത്, നീ അങ്ങോട്ട് ചെല്ല്, എന്നിട്ട് ഹാളിൽ വന്നിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയേ എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അത് ബബിതയുടെ കൂട്ടുകാരനൊന്നും അല്ല, അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് എനിക്ക് മുന്നേ സംശയമുള്ളതാ, നീ ഒരിക്കലും കഥ കടച്ച് അവരെ പഠിക്കാൻ സമ്മതിക്കരുത്, ഹാളിൽ വന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലീന പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരാം,
ഇപ്പൊ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്, അതുവരെ നീ അവരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? ഹേയ്, പ്രശ്നമൊന്നുമില്ല മോളെ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാണ്. ഇതേ സമയം കൃഷ്ണമോള് നേരെ ഭവിതയുടെയും മുറിയിൽ പോയിട്ട് ഡോറിൽ മുട്ടുന്നുണ്ട്. ഭവിത വന്ന് വാതിൽ തുറക്കുന്ന സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ കഥ അടച്ചിരിക്കുന്നത്? എന്താ കഥ അടച്ചിരിക്കുന്നത്? ഞങ്ങൾക്കൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാ, ഇങ്ങനെ പഠിക്കുമ്പോൾ ആരും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഞാൻ ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യാനൊന്നും വരില്ല, കഥക് തുറന്നിട്ട് പഠിക്കുക, അല്ലെങ്കിൽ അവിടെ ഹാളിൽ വന്നിരുന്ന് വായിച്ച് പഠിച്ചുകൂടെ നിങ്ങൾക്ക്? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ഇരുന്ന് ക്ലിയർ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്കെന്നെ സംശയമാണോ? നീ എൻ്റെ അമ്മയാവാനൊന്നും നോക്കണ്ട, നീ എൻ്റെ അനിയത്തിയാ, ഞാൻ പറയുന്നത് നീയാണ് അനുസരിക്കേണ്ടത്, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നെല്ലാം പറഞ്ഞ് കൃഷ്ണമോളുടെ മേക്കിട്ട് കയറുന്നുണ്ട് ബബിത. കൃഷ്ണമോള് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ കഥ കടച്ചിരുന്ന് പഠിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാം വിളിച്ച് അച്ഛനോട് പറഞ്ഞു കൊടുക്കും എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നീ എന്തിനാപ്പോൾ അച്ഛനെ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പുറത്ത് വന്നിരുന്ന് പഠിച്ച, കഥ കടച്ചിരുന്ന് പഠിക്കാൻ മാത്രം എന്താ ഉള്ളത് എന്നെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട് ബബിതയും കൃഷ്ണമോളും. ശേഷം അമല് നേരെ മുറിയുടെ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. കൃഷ്ണമോളോട് അമല് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ചേട്ടനും ചേച്ചിക്കും എന്താ പുറത്ത് വന്നിരുന്ന് പഠിച്ച, എന്തിനാ മുറിയെല്ലാം അടച്ചിട്ടിരുന്ന് പഠിക്കുന്നത്? പിന്നെ ആരുമില്ലാത്ത നേരത്ത് ഈ വീട്ടിലോട്ടൊരാണ് വരുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരിക്കുന്ന സമയമാണ്, എല്ലാവരുടെയും കണ്ണ് ഈ വീട്ടിലോട്ട് തന്നെ ആയിരിക്കും. ഇതേ സമയത്ത് ഇങ്ങോട്ടൊരാണ് കയറി വരുന്നതും ഞങ്ങൾ 2 പെണ്ണുങ്ങളും മാത്രമാണ് ഇവിടെ ഉള്ളത്, അത് വീണ്ടും ഓരോ പ്രശ്നങ്ങളാവും, ഓരോ ന്യൂസുകളാവും, അതുകൊണ്ടാണ് പറയുന്നത് ചേട്ടൻ ഇപ്പോൾ ഇവിടുന്ന് പോവണം എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഇവനോട് പോകാൻ പറയാൻ നീ ആരാ? എൻ്റെ കൂട്ടുകാരനെ ഞാനാണ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്നെല്ലാം പറഞ്ഞ് കൃഷ്ണമോളോട് തട്ടിക്കയറുന്നുണ്ട് ബബിത. ഇതേ സമയം അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീന പെട്ടെന്ന് ഓടിക്കിതച്ചാണ് വരുന്നത്. അലീന വരുന്നതും കൃഷ്ണമോള് പറയുന്നുണ്ട്, ആ ചേച്ചി വന്നോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇവരെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അവനൊരു ഡൗട്ട് ഉണ്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നതാ. ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ട സമയമാണോ ഇത്? ഇപ്പോഴെന്തിനാ നീ ഇവനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും നിനക്കറിയില്ലേ? ആകെ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്ന സമയമാണ്, മീഡിയക്കാരെല്ലാം ഇങ്ങോട്ടേക്ക് കണ്ണും നട്ടാണ് ഇരിക്കുന്നത്, ഇവിടെ എന്തുണ്ടാവുന്നു എന്ന് അന്വേഷിച്ചിരിക്കുകയാണ് എല്ലാവരും. വീണ്ടും നീ ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ആളുകൾക്ക് ചെറിയ കാര്യം കിട്ടിയാൽ മതി അത് പെരുപ്പിച്ച് വലുതാക്കാനായിട്ട്. ഇപ്പൊ തന്നെ ഈ കുടുംബത്തിന്റെ മാനം പോയിരിക്കുകയാണ്, ഇനി നീയായിട്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്നെല്ലാം പറഞ്ഞ് ബബിതയെ വഴക്ക് പറയുന്നുണ്ട് അലീന. ബബിത പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്ന് പറയുമ്പോൾ അലീന പറയാണ്, ശരി കുഴപ്പമില്ല, ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം, അച്ഛൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇവനിപ്പോൾ ഇവിടുന്ന് പോവണം, അത്രയല്ലേ നിങ്ങൾക്ക് വേണ്ടൂ. അമലിപ്പോൾ തൽക്കാലം ഇവിടുന്ന് പോയിക്കോ, നമുക്ക് പിന്നെ വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം എന്ന് പറയുന്നുണ്ട് ബബിത. അമല് ആകെ ദേഷ്യം വന്നിട്ട് അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, നീ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അച്ഛനോടും പിന്നെ നിങ്ങളുടെയൊക്കെ അമ്മയോടും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. എന്നെക്കൊണ്ട് വെറുതെ അതൊന്നും ചെയ്യിക്കരുത്. ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നീയായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട് അലീന. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ഹരിയെയും രോഹിത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് CI. ഇതേ സമയം ഹരിയുടെ മൊബൈൽ പരിശോധിക്കുന്ന CIക്ക് ബബിതയുടെ നഗ്നചിത്രങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ഇത് കാണുമ്പോൾ CI ചോദിക്കുന്നുണ്ട്, എടാ ഇതിൽ എൻ്റെ പെങ്ങളുടെ നഗ്നചിത്രങ്ങളും ഉണ്ടല്ലോ എന്ന് രോഹിത്തിനോട് പറയാണ്. രോഹിത്ത് ആകെ ഷോക്കായി പോകുന്നുണ്ട്. എൻ്റെ പെങ്ങളുടെ നഗ്നചിത്രങ്ങളോ? സാർ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്താടാ നീ ഞെട്ടിപ്പോയോ? നിങ്ങളൊക്കെ കൂടി ഒരു പെണ്ണിനെയല്ലേ പിച്ച് ചീന്തി കളഞ്ഞത്, എന്നിട്ടിപ്പോൾ നിന്റെ പെങ്ങളുടെ വന്നെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ ഷോക്കായി പോയോ എന്ന് ചോദിക്കുകയാണ്. അതെൻ്റെ പെങ്ങളൊന്നും ആയിരിക്കില്ല സാർ, പിന്നെ ഞാൻ അത്ര ഒരു പ്രവൃത്തി ചെയ്തിട്ടുമില്ല എന്ന് പറയുമ്പോൾ CI പറയുന്നുണ്ട്, നിന്റെ പെങ്ങളല്ലെന്നോ? എന്നാൽ നീ തന്നെ നോക്ക് എന്ന് പറഞ്ഞ് രോഹിത്തിന് ആ നഗ്ന ചിത്രം കാണിച്ചു കൊടുക്കുന്നുണ്ട് CI. ഇത് കാണുന്ന സമയത്ത് രോഹിത് ആകെ പരിഭ്രമിച്ചു പോവുകയാണ്. ഇത് ബബിതയല്ലേ, ബബിതയുടെ ചിത്രം എങ്ങനെ ഇതിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ CI പറയുന്നുണ്ട്, അത് നീ ഹരിയോട് ചോദിക്കടാ, അവൻ അറിയുമായിരിക്കുമല്ലോ, അവൻ്റെ ഫോണിലല്ലേ ഈ ചിത്രം ഉള്ളത്. നീ എന്താ വിചാരിച്ചത് അവനെ ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ കഴിയുമെങ്കിൽ നിന്റെ പെങ്ങളുടെ ചിത്രങ്ങൾ പകർത്താനാണോ ഇവന് ബുദ്ധിമുട്ട് എന്നെല്ലാം ചോദിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് രോഹിത്തിനാകെ ദേഷ്യം വരുന്നുണ്ട്. രോഹിത്ത് ഹരിയെ തല്ലാൻ വേണ്ടി പോയി കഴുത്തിന് കുത്തി പിടിക്കുന്നുണ്ട്. ഇതേ സമയം
ഇതേ സമയം പോലീസുകാരെല്ലാം രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ്. നീ എൻ്റെ കുടുംബത്തിൽ കയറിയിട്ടും കളിച്ചല്ലേടാ എന്ന് പറഞ്ഞ് രോഹിത് വീണ്ടും ഹരിയെ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നിർത്തടാ, നിങ്ങളുടെ ഈ നാടകമൊന്നും ഇവിടെ വെച്ച് വേണ്ട. നീയും കൂടെ കൂടിയിട്ടായിരിക്കും നിന്റെ പെങ്ങളുടെ നഗ്നചിത്രം എടുത്തത്. അതിനും സാധ്യതയുണ്ട്. അത്രയും കാമവെറിയന്മാരല്ലേ നിങ്ങൾ എന്നെല്ലാം പറയുന്നുണ്ട് സി എ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല സാർ. അവൻ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പിന്നെ എനിക്കിതിലൊരു പങ്കുമില്ല. ഞാൻ ഒരു പെണ്ണിനെയും ഒന്നും ചെയ്തിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് രോഹിത്. നിർത്തടാ നിന്റെ നാടകം. നിങ്ങളുടെ നാടകമെല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്ന് പറയാണ് സി ഐ. രോഹിത് പറയുന്നുണ്ട്, എന്നാലും നീ ബബിതയോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നീ ഇത്രയും വലിയ നീചനാണെന്ന് ഞാൻ കരുതിയില്ലടാ എന്നെല്ലാം പറയുന്നുണ്ട് രോഹിത്. ഹരി പറയുന്നുണ്ട്, ഞാനൊന്നും അല്ലടാ ആ ഫോട്ടോ എടുത്തത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം സി പറയുന്നുണ്ട്, ഓ തുടങ്ങിയല്ലോ അവൻ്റെ നാടകം. നിങ്ങളൊക്കെ എത്രക്കാരാണെന്നുള്ളത് ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതാ. ഇനി നിങ്ങളെ നാടകമൊന്നും വേണ്ട. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇങ്ങോട്ട് പറഞ്ഞതാ. നീ ഇത് എവിടെ നിന്നാണ് ഈ ഫോട്ടോ എടുത്തത്, എങ്ങനെയാണ് എടുത്തത്, അവളുടെ സമ്മതപ്രകാരമാണോ എടുത്തത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടണം എന്ന് പറയുന്നുണ്ട് സി ഐ. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.